തീർച്ചയായും അതുണ്ടാകും. ഞാൻ ഒറ്റ സെക്കൻഡോട് പറയാം. ഒന്നാമത് ഇത്തരത്തിലുണ്ടാകുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഈ കമ്പനികളെല്ലാം അപ്പനില്ലാത്ത കമ്പനികളാണ്. അപ്പനില്ലാത്ത കമ്പനികൾ ഉണ്ടാക്കുക. ഈ അപ്പനില്ലാത്ത കമ്പനികൾ മുഴുവൻ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ തന്നെ കള്ളപ്പണ ഇടപാടുകൾ നടത്താനുള്ള പേപ്പർ കമ്പനികൾ മാത്രമാണ്. അത് പേപ്പർ കമ്പനികൾ മാത്രമാണ് എന്ന് തെളിയിക്കപ്പെടുകയും ഇത് അന്വേഷണത്തിലൂടെ സ്ഥിരീകരിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഏറെ വൈകാതെ മിസ്റ്റർ പ്രഭാത് എത്രമാത്രം നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും ഇവരെല്ലാവരും പോകാനിരിക്കുന്നത്, ഈ സകുടുംബം പോകാനിരിക്കുന്നത് കൃത്യമായും ജയിലിലേക്ക് തന്നെയായിരിക്കും. അത്രയും വലിയ ക്രൈം അവർ ചെയ്തിരിക്കുന്നത് തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അങ്ങനെ വരുന്ന ഒരു സംഭവം തീർച്ചയായും അത് പ്രതികാരത്തിൻ്റെയോ വാശിയുടേതല്ല. നിങ്ങൾക്ക് അയാളെ അറിയില്ല, നിങ്ങൾക്ക് ആ കുടുംബത്തെയും അറിയില്ല, നിങ്ങൾ ദൂരെ നിന്ന് കണ്ടതാണ്. എനിക്കിത് കൃത്യമായിട്ട് അറിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചർച്ചയിൽ പറഞ്ഞത്, സീറോ ബാലൻസ് നിന്ന് തുടങ്ങി ഇത്രമാത്രം കോടികൾ ഉണ്ടാക്കിയിരിക്കാനുള്ള വരുമാന മാർഗത്തിലെ ധനസമാഹരണ രീതി, അതിന്റെ മെത്തഡോളജി ഏതാണെന്ന് തിരിച്ചറിയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന സാമാന്യ ബുദ്ധി പൊതുജനങ്ങൾ കാണിക്കുന്നുണ്ട് എന്നും ആ പൊതുജനങ്ങൾ കാണിക്കുന്നതിന്റെ അനുകൂലമായാണ് വാസ്തവത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നതെന്നും തിരിച്ചറിയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ജനാധിപത്യ ബോധം താങ്കൾക്കുണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയാം. എനിക്ക് അവസാനമായിട്ട് പറയാം. തീർച്ചയായും.